കുഞ്ഞെ ഇന്ന് വാ. ഇതെന്താ അറിയില്ലടാ, സ്റ്റാർട്ടായില്ല. എന്താ അറിയില്ല, എന്താ സംഭവമാണോ അല്ലെ? ഇത് നോക്കി വെക്ക് കേട്ടോ, ഇത് നോക്കി വെക്ക് കേട്ടോ. ഞാൻ കുറച്ച് തരാം കേട്ടോ. എവിടേക്കൊക്കെ എവിടെ രാമേട്ടാ? ഒരു വിവരമില്ലല്ലോ. ഞാൻ പുറത്തന്നെ ഇറങ്ങി. ഞാൻ പേരക്കുട്ടികളും കളിപ്പിച്ച വീട്ടിലങ്ങനെ അതന്നെയാണേ. മറ്റങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് ചായ കുടിച്ചാനൊക്കെ. ഇപ്പൊ എന്താ ചെയ്യാ? വണ്ടി ലാശിക്കാണെങ്കിൽ ഇവിടെ കാത്തു നിൽക്കുമല്ലോ. ഇപ്പൊ മാനുവിന്റെ വണ്ടിയും ചോദിച്ചോക്കിയാലോ? ചോദിച്ചോക്കെ. അല്ല, കടിയൊന്നും വേണ്ട. കട്ട്ലറ്റ് ഉണ്ട്, നല്ല ചൂട്. എന്നാ വെള്ളം കുടിക്കും കേട്ടോ. ആ, അടുത്തെന്താ എടുക്കണേ? വെള്ളോ ജ്യൂസോ? ഇല്ല, ഞാൻ അതിനല്ല, എനിക്ക് നിങ്ങളെ വണ്ടി ഉണ്ടല്ലോ. വണ്ടിയോ? ഒരു 10 മിനിറ്റ്. എടാ, വണ്ടി ചോദിച്ചല്ലേ? വണ്ടി എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ തിരക്കാണ് അല്ലേ തന്നെ. ഒരു 5 മിനിറ്റ്. എടാ, ഇജ്ജ് ചോദിക്കല്ലേ? അപ്പൊ എന്റെ ആവശ്യത്തിന് ഞാൻ എന്താ ചെയ്യാ? ഇജ്ജ് വണ്ടി എടുത്തു പോയാല് വേണ്ട അറിയണേ. ശരി കേട്ടോ. സെബീറിന്റെ ഓൻ തന്നെയാണതേ. ഓനിപ്പോ അത്യാവശ്യം ചോദിക്കുന്നു. ആ വണ്ടി ഒന്നും കൊടുത്തു. ഓനൊന്നും അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പറ്റൂല. ഓനെനിക്ക് ശരിക്കറിയോ? ഇഞ്ചൊരു ഹെൽമെറ്റും കൊണ്ടേറ്റേ 5-6 മാസം ഞാൻ ഓന്റെ പിന്നാലെ ചോദിച്ചിറങ്ങി. എന്നിട്ട് അതിന്റെ കിട്ടിയോ? അത് കിട്ടിയല്ലോ. എന്നിട്ട് പൈസ കൊടുത്ത് ഞാൻ വേറെ വാങ്ങിയില്ല. ഓനെനിക്ക് ശരിക്കും അറിയിക്കാണ്. ഓനിപ്പോ അത് അത്യാവശ്യം അല്ല, ഒരു മനുഷ്യൻ വണ്ടി വെക്കും. ഞാൻ എന്റെ വണ്ടി കൊടുക്കാം. ഞങ്ങൾ എന്താച്ചാ കാട്ടിക്കോളൂ. സബീറ, ആ എന്താ ഇപ്പൊ അത്യാവശ്യം വണ്ടിക്ക്? വണ്ടി ഞാനിത് ഒരു വരെ സ്ഥലം വരെ പോകണം. അപ്പൊ എന്റെ വണ്ടി സ്റ്റാർട്ടാണില്ല. അങ്ങനെ മാനുവിന്റെ വണ്ടി എടുത്ത് പോയായിരുന്നു. എന്റെ വണ്ടി കൊണ്ടേക്കുന്ന എന്നാ വലിയ ഉപകാരം. നിങ്ങൾ എന്താ തിരക്കുണ്ടോ? എനിക്ക് 4 മണിക്ക് പേരക്കുട്ടികളെ കൊണ്ടുവരാൻ. ആയിക്കോട്ടെ. അതിന് ആയിക്കോട്ടെ. എന്നാ ശരി കേട്ടോ. ആയിക്കോട്ടെ. പോയി വാ. എവിടെടാ ജബീറേജ്? ഞാൻ എന്റെ വണ്ടി ചെറിയ കംപ്ലൈന്റ് ആയി. എന്റെ വണ്ടി എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എപ്പോ ഒരു 10-15 മിനിറ്റ് കേട്ടോ. ഇജ്ജ് പോസ്റ്റ് ആക്കല്ലേ, പെട്ടെന്ന് വാ. ഓക്കെ. എവിടെടാ എത്ര നേരായി? അതിന്റെ കഥ ഒന്നും പറയണ്ട. എന്റെ വണ്ടി സ്റ്റാർട്ടാണില്ല. ആകെ പെട്ടു. അപ്പൊ ഇതെവിടെ കിട്ടി? ഇത് നമ്മളെ രാമേട്ടന്റെ വണ്ടിയാ, നമ്മളെ സുദീപിന്റെ. ഇജ്ജ് പെട്ടെന്ന് എടുക്ക വണ്ടി. എങ്ങട്ട്? ചെക്കന്മാരൊക്കെ ചിക്കനും പൂളയൊക്കെ വാങ്ങി പോയിക്കണേ. എങ്ങട്ട്? കുറുവമ്പഴേക്ക് ചാടാനേ. ഈടാ, അത് എത്രങ്ങാനും ദൂരെ പോണം. ഇജ്ജ് ചലക്കാതെ എടുത്ത വണ്ടി. വാ, വണ്ടി എടുക്ക. ഇവിടെ കുറുവമ്പോഴാണ് എത്രങ്ങാനും കിലോമീറ്റർ പോണം. ഈടാ, ഇതാ രാമേട്ടന്റെ വണ്ടിയാ. നേരെ 3:30 മണി. ഞാന് പറഞ്ഞ മാതിരി ആയപ്പോ ഒരു വണ്ടി മരിയും പെട്ടല്ലോ. എന്തേ? നേരെ 3:30 കഴിഞ്ഞ്. അത് എങ്ങനെ കാണാല്ലേ? ഇനി വാച്ചിക്ക് ഇങ്ങനെ നോക്കിയിരുന്നാണ്. ആ സൂചി ഇങ്ങനെ കറങ്ങിക്കോളും. അല്ലാതെ ഓൻ വരലുണ്ടാവില്ല. പിന്നെ അവന്റെ നമ്പർ ഒന്ന് കാട്ടിയാ. ആ കുട്ടികളുടെ പുറത്തിറങ്ങിയിരിക്കും 4 മണിയായാലും. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. നമ്പർ ഇതാ, ഇതിലെഴുതിട്ടേ. ഈടാ, അയാൾ വിളിച്ചുകൊണ്ടിരിക്കണ ചെങ്ങയെ. റിങ് ചെയ്യുമ്പോ കട്ടൊക്കെ ആണ്. എന്തോ പഞ്ചറായിടോ. നേരല്ലാത്ത സമയത്ത് ബാക്ക് വീല് പഞ്ചറായി. എന്താ ചെയ്യാ? ഞാൻ എന്റെ ഒപ്പം പോരാന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ല. രാമേട്ടാ, ഞാനേ ചെറിയൊരു പ്രശ്നം പറ്റി. വേഗം പാവേ, കുട്ടികളെ കൊണ്ടുവരാണ്ടടാ. വണ്ടി ഒന്ന് പഞ്ചറായി. രാമേട്ടാ, ഞാനിത് പഞ്ചർ അടിച്ചിട്ട് വരാം. നിങ്ങളൊരു കാര്യം ചെയ്യോ? നിങ്ങളൊരു 150 ഉറുപ്പിക ഒന്ന് അയക്കോ? ഞാനിത് എപ്പോ തന്നെ പഞ്ചർ അടിച്ചിട്ട് വരാം. ഈ നമ്പർക്ക് ഈ നമ്പർക്ക് ഒന്ന് അയച്ചാൽ മതി. വേഗം ആട്ടോ പഞ്ചർ അടിച്ച്. ഒരു 150 ഉറുപ്പിക ആക്കിട്ടോ. ഞാൻ എപ്പോ പഞ്ചർ അടിച്ച് കൊണ്ടുവരാം. ഓക്കെ, ശരി. എന്തേ? അത് പഞ്ചറായിക്കണല്ലോ. ഒരിടത്ത് പൈസ ഇല്ല. പഞ്ചറ മേട്ട അങ്ങനൊരവസ്ഥ. അവിടെ അയച്ചു കൊടുത്തു. അതാ വരുന്നു. ചെറിയൊരു തുടങ്ങി പറ്റും. ശരി, സമയമില്ലല്ലോ. ഇല്ലല്ല. അല്ലാത്ത പറഞ്ഞു കുട്ടികളെ കാത്തു. ചാട്ടാണല്ലോ.
എന്റെ ദൈവമേ ഒരു തുള്ളി എണ്ണല്ലോ, ഫുൾ ടാങ്ക് എണ്ണേനിത്. ഇപ്പൊ എന്താ ചെയ്യും, നേരെ വൈകും ചെയ്ത്. ഹലോ ഹലോ, ഞാൻ ഇവിടെ വൈക്ക കുടുങ്ങിയടാ. ഒരു തുള്ളി എണ്ണല്ല, ഫുൾ ടാങ്ക് അടിച്ചേനി ഞാൻ ഈ പാലത്തിന്റെ അടുത്ത് കുടുങ്ങിയടാ. കുട്ടികളെ കൊണ്ടാടാ, നേരം വൈകില്ല. അതിന്റെ കഥയൊന്നും പറയണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും പറയണ്ട. കടയിൽ നല്ല തിരക്കാരാമേട്ടാ. പിന്നെ ഞാൻ പിന്നെ നിങ്ങൾ കുടുങ്ങി പറഞ്ഞപ്പോഴേ രക്ഷല്ലോ. വല്ലാത്ത പണി അതെല്ലാം തന്ന കുട്ടിക്കോ. നമ്മളെ കുറിച്ചൊന്നും ഞാൻ അറിയിക്കട്ടെ, പറയിച്ചിട്ട് കാര്യമില്ല. നിങ്ങളേ കുട്ടികളുടെ അടുത്ത് പോയി ഞാൻ പോട്ടോ. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. സെബീറല്ലായിരുന്നു അടിക്കാം. സബീറ അടക്ക് അടക്ക് അടക്ക്. എന്താ എന്ത് പരിപാടിയും കഴിച്ച് കാട്ടി. എന്ത് ആ മനുഷ്യനെ ഫുൾ ടാങ്ക് ആക്കിയതല്ലേ ഇജ വറ്റിച്ചൻ കൊണ്ടുവന്നക്കല. എടാ ആനൊക്കെ ഒരു ഉപകാരം ചെയ്തതല്ലടാ അയാള്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കണ്ട ആ വണ്ടി എന്റെ കൈ തന്നോ. എന്നിട്ട് ഇജ ഊറ്റി കൊണ്ടുവന്ന വെച്ചാൽ മാത്രല്ല ആ വണ്ടി പഞ്ചറാക്കിച്ച്. എന്നിട്ട് അയാളോട് വിളിച്ചു ചോദിച്ചാ പൈസ. നാണുണ്ടല്ലോ ചങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യല്. ഇപ്പൊ ഇജിങ്ങോട് വന്ന് വണ്ടി വെച്ച് ഞാൻ തന്നോ? തരൂല. അന്റെ സ്വഭാവം എനിക്കറിയാം. എടാ അന്റെ മാറ്റ ആൾക്കാരാണ് ഒരു ഉപകാരം ചെയ്യണ ഇല്ലാതേക്കണത്. സോറി കേട്ടോ. ആ സോറി സോറി. സോറി മോനെ.